ഇന്റർവ്യൂകളിൽ ഇരിക്കുമ്പോൾ നടന്മാർക്ക് സാധാരണ ഒരു നടന്മാരൊക്കെ സ്വബോധത്തോടെയാണ് ഇരിക്കുക. എന്നാൽ ഷൈൻ ടോം ചാക്കോ ഇതിപ്പോൾ പലവട്ടമായി ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് രോഷാകുലനായി ഇറങ്ങിപ്പോകുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അദ്ദേഹം സ്റ്റിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണോ ഇതിനും വന്നിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല പൗർണമി. അല്ല, എനിക്കും അത് തോന്നിയല്ലേ? നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഏറെക്കുറെ ഈ ഒരു സിമിലർ ഫോമിലാണ് പുള്ളിനെ എപ്പോഴും കാണുന്നത്. ഒന്നെങ്കിൽ നാക്ക് കുഴഞ്ഞ് പുള്ളി എന്തെങ്കിലും സംസാരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഇൻ്റർവ്യൂസ് ഒന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഇൻ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് സമർത്ഥിക്കുകയല്ല, ഇൻ കേസ് ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ട് ഓക്കെ ആയി കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ സംയമനത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചൊരു യാതൊരുവിധ പ്രകോപനങ്ങളും ഉണ്ടാക്കാനും മാത്രം ഒന്നും അവിടെ നടന്നിട്ടില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം തോന്നുന്നത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രമുഖ സാറ്റലൈറ്റ് ചാനലിന് ഇന്റർവ്യൂ ആണ് അത്. അദ്ദേഹം അതിനെ കുറിച്ച് നോർമൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതും വളരെ സൗമ്യതയോടുകൂടി എനിക്കൊന്നൊരു ഒരു തൂവാല വെച്ച് അല്ലെങ്കിൽ ഒരു തൂവൽ വെച്ച് ചോദിക്കുന്ന പോലെ സാധാരണ അവതാരകരുടെ ബ്ലാ സ്റ്റൈലൊന്നുമില്ല. പുള്ളി വളരെ സട്ടിലായിട്ട് വളരെ വളരെ നീറ്റായിട്ട് അങ്ങനെ വളരെ എന്താ പറയുക സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലും ഹേർട്ട് ആവരുന്ന ഉദ്ദേശത്തോട് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേൾക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും. പക്ഷേ ഷൈൻ ടോമിന് മാത്രം അത് മനസ്സിലാവണമെങ്കിൽ അല്പമെങ്കിലും ബോധം, തൻ്റെ ഒരു ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു ബോധതലത്തിലേക്ക് അദ്ദേഹം വരണ്ടേ. അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ. പുള്ളി എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ അങ്ങോട്ട്, അതായത് അവതാരകനോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു തിരിച്ച്. പുള്ളി അവതാരകൻ ചോദിച്ച ചോദ്യത്തിനല്ല ഷൈൻ ടോം മറുപടി പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ കൊക്കൈൻ കേസിൽ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കേസിലൊക്കെ ഇങ്ങനെ താങ്കളെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ, എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ വേറെ എന്തോ നിലാവത്തഴിച്ചുവിട്ട കോഴികളെ പോലെ അവൾ അങ്ങനെ പറഞ്ഞോ, നിങ്ങൾ അവളോട് പോയി ചോദിക്കും, പണ്ടെങ്കോ മേടിച്ചതാണ്. പുള്ളി എന്താ ആ സ്റ്റേറ്റ്മെന്റ് അടിച്ചത്, പണ്ടെങ്കോ മേടിച്ചതിന്റെ കണക്കാണെന്ന്. അല്ല, അത് പുള്ളി തുറന്ന് സമ്മതിക്കുകയാണല്ലോ. പോലീസുകാരൊക്കെ കേൾക്കുന്നുണ്ടോ? അത് മാത്രമല്ല, പുള്ളി പറഞ്ഞു, അതായത് ഈ അന്നും കോടതി വിധി വന്നു, ഞങ്ങൾ അല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടു, പക്ഷേ മാധ്യമങ്ങൾ കൊടുത്തത് പ്രതികളെ വെറുതെ വിട്ടു. പ്രതികളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന കോടതിയാണ്, മാധ്യമങ്ങളാണോ? അതായത് ഒരു അടച്ചാക്ഷേപം. എന്നാൽ പിന്നെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് വന്നിരുന്നത്? സ്വാഭാവികമായിട്ടും ആ കസേരയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു അവതാരകന്റെയോ അവതാരികയുടെ മുന്നിൽ വരുമ്പോൾ അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാനും നിങ്ങൾ മറുപടി പറയാൻ വില്ലിങ്ങും ആയതുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ കൂടെ അപമാനിച്ചുകൊണ്ട്, കാരണം നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ പണ്ടത്തെ പോലെ വിഡ്ഢികളാക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ കാണും. ആ ചേട്ടാ അടിപൊളി, ചേട്ടൻ പൊളിയുന്നു. പക്ഷെ അതല്ല, നമ്മളൊരു സ്ഥലത്ത് വരും, അതിപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള അടച്ചാക്ഷേപങ്ങൾ ഈവൻ ഓൺലൈൻ മീഡിയാസിനോടായിക്കോട്ടെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മീഡിയാസിനായിക്കോട്ടെ ഇത്രയും പുരോഗമനം ഉണ്ടായി അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടിയപ്പോഴാണ് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഇതിനോടൊക്കെ ഒരു വിരോധം തുടങ്ങുകയും ചെയ്തത്. അതിനു മുൻപ് ഒരു വാർത്ത അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ വേണമായിരുന്നു, ഇല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് മാധ്യമപ്രവർത്തകരെയാണ്. മാധ്യമപ്രവർത്തകരെന്തോ അദ്ദേഹത്തിന്റെ വായിലോട്ട് മയക്കുമരുന്ന് ഒഴിച്ചു കൊടുത്ത പോലെയാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് വലിച്ചു കെട്ടി ഇന്റർവ്യൂവിന് കൊണ്ടിരുത്തി അദ്ദേഹത്തിനെ മയക്കി കടത്തി അവരിങ്ങനെ അബോധാവസ്ഥയിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അത്രയും മ്ലേച്ഛകരമായിട്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഇത് വളരെ ഡീസൻ്റ് ആണ് ഒരു പക്ഷേ അത് കമ്പയർ ടു അതർ ഇൻ്റർവ്യൂസ്. മറ്റ് ഇൻ്റർവ്യൂസ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂലൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേരങ്ങാടെന്ന് അവിടെ നിന്ന് അലമ്പുമാണ് ഇട്ടുണ്ട്. അതായത് അവിടുത്തെ എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാധ്യമപ്രവർത്തകയുടെ ഒരു ഓൺലൈൻ ചാനൽ ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അതിന്റെ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അഗ്രസീവ് ആയിട്ടാണ് ഇന്റർവ്യൂസിന് ഇരിക്കുന്നത്. അതായത് എന്തും പറയാം, ഇരിക്കുന്ന സ്റ്റൈല് ഒരു മര്യാദയില്ലാതെ. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ തന്നെ ഇരുന്നാലേ അത് മര്യാദയാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ആ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു ബോഡി ലാംഗ്വേജ്. ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ ഒരു മിനിമം മര്യാദയല്ലേ ശരി? അതെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു ചാനലിലെ ഹോട്ട് ഇന്റർവ്യൂസ് ചെയ്യുന്ന ഒരാളാണ് പൗർണമി. ഞാൻ കുറേയധികം വൈറലായിട്ടുണ്ട്. എൻ്റെ ചോദ്യത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് റഫായിട്ട് കുറച്ച് ഷാർപ്പായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ആൾക്കാരെ ട്രിഗർ ചെയ്യുക. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്റ്റൈലാണത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഇൻ്റർവ്യൂ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ് ഈ ഷൈൻ ടോം. എന്തെങ്കിലും ഒരിക്കലും ഈ മനുഷ്യൻ്റെ ഈ അഗ്രസീവ്നെസ് കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ടൈപ്പ് ഓഫ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനും അവരോട് ഇടപഴകാനും ഇഷ്ടമുള്ളത് കൊണ്ടും അവരോടൊന്ന് കൂട്ടിമുട്ടാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ പലപ്പോഴും ആ ഒരു കൺസേൺഡ് ചാനലിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്നുകൂടെ? എൻ്റെ പൊന്നു ശാരിക, ഞങ്ങളുടെ ഷൂട്ടിംഗ് ഫ്ലോർ തല്ലി തകർക്കും, വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്? അങ്ങനെ പോലും ഒരു സംസാരം അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ വിളിക്കുന്ന പലർക്കും അറിയാം സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. പിന്നെ
എല്ലാവരും ഈ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണാൻ ആളുകളുണ്ട്, പറയുന്നത് പ്രേക്ഷകരുണ്ട്, കേൾക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ആയിരിക്കും മര്യാദയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുള്ള മറുപടി കിട്ടുന്നത്, ചിലപ്പോൾ 15 മിനിറ്റ് ആവാം. അതായത് അദ്ദേഹത്തിന് മടുപ്പ് തോന്നിക്കാത്ത, അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള, അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു അവതാരകനോ അവതാരികയോ നിങ്ങളുടെ മുന്നിൽ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രൊഫഷണലിൽ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ നിങ്ങളെപ്പറ്റി തുറന്ന് കാണിച്ചിട്ടുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനകത്തൊന്നും പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്. നമ്മുടെ കുറ്റാരോപിതനായ നടൻ ദിലീപിന്റെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം ജയിലിലൊക്കെ പോയതിനു ശേഷം വന്ന് ഏതോ ഒരു പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമത്തിന് നല്ലൊരു പ്രമുഖ അവതാരകൻ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം നല്ല ഷാർപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് ദിലീപ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തി, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവതാരം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ദിലീപിന് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ എന്നിട്ട് ആ നടൻ ട്രിഗർ ആയില്ലല്ലോ. ആ നടൻ ഒരിക്കൽ ആ ഇന്റർവ്യൂ ഏതാണ്ട് ടോട്ടൽ 2 പാർട്ടായിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്ത്. ഏതാണ്ട് അരമണിക്കൂർ ഉണ്ടായിരുന്നു ഓരോ പാർട്ടും. വളരെ ക്ഷമയോടുകൂടി ആ മനുഷ്യൻ ചിലപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലാതാവാം, എന്തെങ്കിലും മനുഷ്യന് ട്രിഗർ ആവുക ഏത് മൊമെന്റിലാവെന്ന് പറയാൻ പറ്റില്ല. സോ വളരെ തന്മയത്വത്തോടുകൂടി ആ അവതാരകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിലും തന്മയത്വത്തോടുകൂടി ദിലീപ് മറുപടികൾ പറയുന്നു. ഇതൊക്കെ ഒരു നടനാവാം എങ്കിൽ ഷൈൻ ടോമിനേക്കാൾ കൂടുതൽ കാലം എനിക്ക് തോന്നുന്നു ജയിലിൽ കഴിഞ്ഞിരിക്കുന്ന ആളാ ദിലീപ് എന്ന് എനിക്ക് തോന്നുന്നു. സോ എന്നിട്ടും വളരെ മാന്യതയോടുകൂടി ദിലീപ് പെരുമാറി എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ഓരോ ആളുകളുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എന്തായാലും ദിലീപ് മയക്കുമരുന്നൊന്നും ഉപയോഗിച്ച കേസിൽ ഇതുവരെ പെട്ടിട്ടില്ല. അദ്ദേഹം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കള്ളും മദ്യപിച്ചിട്ടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മദ്യപിച്ച് പല നടന്മാരും സ്റ്റേജ് ഷോകളിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നടന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല. പ്രമുഖ നടന്മാരൊക്കെ നമ്മൾ കണ്ട് ട്രോളുകളിലും അല്ലാത്തതിലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലാണ്. ഇത് എല്ലാ ഇന്റർവ്യൂസിലും ഷൈൻ ടോം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഇറങ്ങിപ്പോക്ക്, ഒരു വാക്കൗട്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ചാനൽ ഇരിക്കാൻ സമ്മതിക്കുക? ആദ്യമേ തന്നെ കട്ട റൈറ്റ് ആയിട്ട് പറയണം, ഐ ഡോണ്ട് വാണ്ട് കുറെ ഇംഗ്ലീഷ് അങ്ങേരുടെ, ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ടു യു. എങ്കിൽ പിന്നെ എന്തിനാണ് യു ആർ ഇങ്ങനെ റെഡി ചെയ്യുന്നത്? നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ആദ്യമേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിലേ പറയാൻ വയ്യേ, എനിക്ക് നിങ്ങളെ ചാനലുമായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സംസാരിക്കാൻ താല്പര്യമില്ല, സിനിമയെക്കുറിച്ച് എന്തെങ്കിലും മാത്രം ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതി, നിങ്ങൾ എനിക്ക് താല്പര്യമില്ല ആദ്യമേ പറഞ്ഞു. പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വരാം. ഇപ്പൊ ഒരാൾ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ വരാം, പക്ഷെ എന്നോട് ഇന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇവൻ അപ്പോഴും ആ ആൾക്ക് പറയാമായിരുന്നു, ഓക്കെ നിങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചു, ഞാനിത് പറയാം, പക്ഷേ ഇത് പുറത്ത് നിങ്ങൾ സംപ്രേഷണം ചെയ്യരുത്, ഇത് ഓഫ് ദി റെക്കോർഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഓഫ് ദി ക്യാമറ ആയിരിക്കണം എന്ന് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ആൾക്കുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക എന്നതിനോടാണ് എപ്പോഴും താല്പര്യം കാണിക്കുന്നത്. അതൊരു മെയിൽ ആങ്കർ ആയതുകൊണ്ടാണ് ഷൈൻ ടോം ഇത്രയിൽ നിർത്തിയത്. മറിച്ചൊരു ഫീമെയിൽ ആങ്കർ ആണെങ്കിൽ ആങ്കർ അവിടെ ഇരുന്ന് കരഞ്ഞു പോയനെ. പക്ഷെ ഞാൻ ഓർക്കുന്നത് എന്നെ എങ്ങാനായിരുന്നു, ഞാനെങ്ങാനും അവിടെ അവതരിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടല്ലോ, ഒരു പക്ഷെ രണ്ടും കൂടെ തമ്മിൽ തല്ലിയാണ് ചിലപ്പോ. ഒരാൾ പറഞ്ഞു പോകുന്നത് ആരാണെന്ന് എന്തായാലും ഞാൻ നോർമൽ അവതാരകളെ പോലല്ല, ഉറപ്പായിട്ട് ഞാൻ പ്രതികരിക്കാതിരിക്കത്തില്ല. എന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയത്തില്ല എന്തായാലും. എന്നാൽ ഡാം 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ് ഷൈൻ ടോമും ഞാൻ വെല്ലുവിളിക്കുക. ഷൈൻ ടോമും ഞാനും കൂടെ ഇന്റർവ്യൂ ഇരിക്കുന്നെങ്കിൽ ഒരിക്കലും മറ്റ് അവതാരകരെ കരയിച്ച പോലെ എന്നെ കരയിക്കാമെന്ന് ഷൈൻ ടോം വിചാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകുന്നു വിചാരിക്കണം. ഇനി എന്റെ പണി പോയാലും ശരി, എന്റെ ഐഡന്റിറ്റി ഞാൻ കളിക്കുന്ന പ്രശ്നമില്ല. കാരണം അതുപോലെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട് ഇയാൾ അവതാരകരെ വന്നിരുന്ന്. ഇപ്പൊ ആ മനുഷ്യൻ അന്താളിച്ചിരിക്കുകയാണ്, എന്നിട്ടും ആ മനുഷ്യന്റെ മുഖത്ത് ചിരി. അതാണ് ആ ഒരു കൾച്ചർ ഓഫ് അവതാരകൻ എന്ന് പറയുന്നത്. അതാണ് ട്രൂ അവതാരകൻ. എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഓർമ്മ. കാരണം ആ മനുഷ്യൻ ശരിയാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രമുഖ ചാനലിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആങ്കറാണ്, മെയിൽ ആങ്കറാണ് അദ്ദേഹം, ജേർണലിസ്റ്റ് ആണ്, ഓഫ് കോഴ്സ് ഇസ് എ ജേർണലിസ്റ്റ് ടു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി, അദ്ദേഹം ഒന്നും പ്രൊവോക്ഡ് പോലും ആയില്ല. ഞാൻ നിൽക്കുന്നില്ല, ഐ ഡോണ്ട്, പച്ചയ്ക്ക് മുഖത്തേക്ക് പറയണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നേരെ വഴിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്ന സീനാണ് നമ്മൾ ഇതിൽ കാണുന്നത്. സോ എന്നിട്ടും പുള്ളി അവിടെ എഴുന്നേറ്റിട്ട് എന്താ ഇയാൾ കാണിക്കുന്ന വെച്ചൊന്നൊരു വികാര വിക്ഷുബ്ധത പോലും ആ ജേർണലിസ്റ്റ് കാണിച്ചല്ലോ. സച്ച് എ കൂൾ ഗൈ അല്ലേ? തീർച്ചയായിട്ടും അത് വേണം നമുക്ക് എല്ലാവർക്കും. എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല. എന്നോടാണ് ഇത് കാണിച്ചിരുന്നെങ്കിൽ തനിക്ക് സൗകര്യമില്ലെങ്കിൽ താൻ എന്തിനാണ് ഇന്റർവ്യൂ എടുക്കാൻ വന്നത്, തന്റെ ഇഷ്ടത്തിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനെങ്കിൽ നേരത്തെ പറയണമായിരുന്നു എന്നെങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് ഓഫ് ദ ക്യാമറ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുത്ത അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറയുന്ന ഒരു ഷൈൻ ടോം ചാക്കോ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ആസ് എ പാർട്ട് ഓഫ് അവർ ജോലിയുടെ ഭാഗമായിട്ട് ആളെ വിളിച്ചു, ആൾ ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സ്വാഭാവിക
സ്വാഭാവികമായിട്ടും ഏതൊരു ജേർണലിസ്റ്റും ആദ്യം ചോദിക്കുന്ന ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നേരിട്ട് കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അയാൾക്കത് പറയാൻ താല്പര്യമില്ലായിരുന്നു, അയാൾ ഇറങ്ങിപ്പോയി. പക്ഷേ ആ ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുറകെ നടന്നു പോയിട്ട് കാല് പിടിക്കേണ്ടിയോ വന്നിരിക്കണം പ്ലീസ് പറയേണ്ടോ ആവശ്യമില്ല. അദ്ദേഹം കറക്റ്റാണ് അവിടെ ചെയ്തത്. അതിൽ അഭിമാനമുണ്ട് അല്ലേ? ശരിക്കും തീർച്ചയായിട്ടും. സോ ഈ പറയപ്പെടുന്ന നമ്മളാരും മാധ്യമപ്രവർത്തകരല്ല സിനിമാ നടന്മാരെ മയക്കുമരുന്ന് അഡിക്റ്റ് ആക്കിയോ അങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുന്നത്. എന്തെല്ലാം ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു വശം എല്ലായ്പ്പോഴും ശരിയായിരുന്നു എന്ന് ജനങ്ങൾ അറിയുക. കാരണം ഈ പണ്ടും നമുക്ക് എല്ലാ കേസുകളും എടുത്ത് നോക്കിയാലും ഇന്ന ആൾ ഡൈവോഴ്സിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയൊക്കെ നമുക്ക് ചുമ്മാതാണ്, വെറുതെയാണ്. പക്ഷേ ഒരു 6-7 മാസങ്ങൾക്ക് ഇപ്പുറം ഡൈവോഴ്സ് ആയിരിക്കും. ഇന്നയാൾ മറ്റൊരു ആളുമായിട്ട് വേറൊരു ബിസിനസ് ഇടപാടുണ്ടായി, അവർ പൊട്ടി നിൽക്കുകയാണ്, ആ ബാങ്ക് പൊട്ടിരിക്കുകയാണെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്താൽ ആദ്യമേ പറയാം ചുമ്മാ ആ മാധ്യമത്തിൽ വേറെ പണിയില്ല. പക്ഷേ ഒരു വർഷത്തിന് ശേഷം ആ ബാങ്ക് പൊട്ടും. കാരണം ഇതെല്ലാം ചെറിയ വാർത്തകൾ കിട്ടുന്ന സമയത്ത് ഇത് കൊടുത്തു വിടുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും ശരിയാണ്, മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചായവോ ഇങ്ങോട്ട് ചായവോ വലത് ചായവോ ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എല്ലാ മാധ്യമങ്ങളും എല്ലായ്പ്പോഴും പറയുന്നത് കള്ളങ്ങളല്ല. ഒരു 80% ഭാഗങ്ങളും പാതി സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഷൈൻ ടോം ചാക്കോയോ അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയോ ഒക്കെ ഞങ്ങളല്ല മാധ്യമപ്രവർത്തകർ. അത് സാറ്റലൈറ്റ് ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നമ്മളല്ല ഇവരെ ആരെയും പെണ്ണുപിടിയന്മാരോ കള്ളുപിടിയന്മാരോ മയക്കുമരുന്ന് അടിക്കാരോ കഞ്ചാവടിച്ചോ ആക്കുന്നത്. തെളിവ് സഹിതം പോലീസ് പിടിക്കുകയും അവർക്ക് കാരിയേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ അവരാണ്. തസ്ലീമ എന്ന് പറഞ്ഞ പെണ്ണാണ് ഷൈൻ ടോമിന്റെ പേര് പറഞ്ഞത്. കൊക്കൈൻ കേസിൽ പിടികൂടിയത് മാധ്യമപ്രവർത്തകർ ഒറ്റിയിട്ടല്ല, തെളിവോടുകൂടെയാണ് ഷൈൻ ടോമിനെ പിടിച്ചത്. മാധ്യമപ്രവർത്തകരല്ല നിങ്ങളെ കൊണ്ട് ജയിലിലിടുന്നത്. സോ നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ മാറ്റുക. നല്ല ബോധത്തോടുകൂടി മാത്രം ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മാധ്യമങ്ങളുടെ മുമ്പിൽ, അത് സാറ്റലൈറ്റ് ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, കൊടുക്കുക. ദയവായി നിങ്ങളുടെ ഒരു ഡിഗ്നിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു സിനിമാ നടനായതുകൊണ്ട് മാത്രം.